Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് നിക്കോൾ. എൻ്റെ പേര് നിക്കോൾ എന്നാണ്. ഐ ആം 24 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 24 വയസ്സാണ് പ്രായം. ഐ ലിവ് ഇൻ ചിക്കാഗോ. ഞാൻ ചിക്കാഗോയിലാണ് ജീവിക്കുന്നത്. ഐ ബിലീവ്ഡ് ഇൻ ലവ്. ഞാൻ പ്രണയത്തിൽ വിശ്വസിച്ചിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ്. ഞാൻ വിശ്വസിച്ചിരുന്നു മൈ വെഡ്ഡിംഗ് നൈറ്റ് വുഡ് ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നൈറ്റ് ഓഫ് മൈ ലൈഫ്. വെഡ്ഡിംഗ് നൈറ്റ് എന്നാൽ വിവാഹരാത്രി. എൻ്റെ വിവാഹരാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ രാത്രിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. ഐ ബിലീവ്ഡ്. ഞാൻ വിശ്വസിച്ചിരുന്നു. വുഡ് ബി എന്നാൽ ആയേക്കും. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാൽ ഏറ്റവും മനോഹരമായ. ബട്ട് എന്നാൽ ഐ വാസ് റോങ്. എനിക്ക് തെറ്റുപറ്റി. സോ റോങ്. വളരെയധികം എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഐ സ്മൈൽഡ്. ഞാൻ പുഞ്ചിരിച്ചു. ലൈക്ക് പോലെ. എവരി ബ്രൈഡ്. ബ്രൈഡ് എന്നാൽ വധു. എല്ലാ മണവാട്ടിമാരെയും പോലെ ഞാനും പുഞ്ചിരിച്ചു. ബട്ട് എന്നാൽ ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി. ഐ ലോസ്റ്റ് എവറിത്തിങ്. എനിക്ക് എല്ലാം നഷ്ടമായി. ഇറ്റ് വാസ് നോട്ട് ദ ബിഗിനിങ് ഓഫ് ലവ്. അത് സ്നേഹത്തിൻ്റെ തുടക്കമായിരുന്നില്ല. ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് മീ. അത് എൻ്റെ അവസാനമായിരുന്നു. മൈ മാരേജ് വാസ് അറേഞ്ച്ഡ്. എൻ്റെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ച് നടത്തിയതായിരുന്നു. ഹി വാസ് മൈ ഫാദേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട് സൺ. ഹി വാസ് അദ്ദേഹം, വരൻ. ഹി വാസ് മൈ ഫാദേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട് സൺ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകനായിരുന്നു. ഐ ഹാഡ് നെവർ സീൻ ഹിം. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഡിഡ് നോട്ട് ഗെറ്റ്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എ ചാൻസ്, ഒരു അവസരം. ടു ടോക്ക് ടു ഹിം. അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ വൺസ്. ഒരിക്കൽ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എവറിത്തിങ് ഹാപ്പൻഡ് സോ ഫാസ്റ്റ്. എല്ലാം വളരെ വേഗത്തിൽ സംഭവിച്ചു. മൈ പാരൻസ് ടോൾഡ് മീ. എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു. ഇവിടെ മാച്ച് എന്നതിന് വിവാഹബന്ധം എന്നുള്ള അർത്ഥമാണ്. ഇതൊരു നല്ല വിവാഹബന്ധമാണെന്ന് അവർ എന്നോട് പറഞ്ഞു. പക്ഷേ നോ വൺ ആസ്ക്ഡ് മീ. ഒരാളും എന്നോട് ചോദിച്ചില്ല. നോ വൺ എന്നാൽ ഒരാളും. ആസ്ക്ഡ് മീ എന്നോട് ചോദിച്ചില്ല. നോ വൺ ആസ്ക്ഡ് മീ. ഒരാളും എന്നോട് ചോദിച്ചില്ല. ആർ യു ഇൻട്രസ്റ്റഡ്. നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ആരും. നീ താല്പര്യമുള്ള വ്യക്തിയാണോ ഈ വിവാഹത്തിൽ? ഇത് എന്നോട് ആരും തന്നെ ചോദിച്ചില്ല. മൈ ഫാദർ സെഡ്. എൻ്റെ അച്ഛൻ പറഞ്ഞു. റൊണാൾഡ് ഈസ് എ ഗുഡ് ബോയ്. റൊണാൾഡ് നല്ല ഒരു പയ്യനാണ്. യു വിൽ ബി സേഫ് വിത്ത് ഹിം. അച്ഛൻ പറഞ്ഞു റൊണാൾഡ് ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ജീവിച്ചാൽ നിനക്ക് സുരക്ഷിതത്വവും സന്തോഷവും ലഭിക്കും. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇവിടെ ഡേയ്സ് എന്നാണ് വേണ്ടത്. ഓക്കെ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഹിസ് പാരൻസ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. കെയിം വന്നു. ടു അവർ ഹോം. ഞങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വന്നു. ദേ സെഡ്. അവർ പറഞ്ഞു. യുവർ ഡോട്ടർ ഈസ് കൈൻഡ്. നിങ്ങളുടെ മകൾ നല്ല മനസ്സുള്ളവളാണ്. പ്യുവർ ഹാർട്ട് എന്നാൽ നിഷ്കളങ്കത, സത്യസന്ധത, ദയ, ഇതൊക്കെയാണ് അർത്ഥം. അവൾ ഒരു നല്ല മനസ്സുള്ള വ്യക്തിയാണ്, നല്ല മനസ്സുള്ള സ്ത്രീയാണ്. ഷീ വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ അവർ സൺ. ബ്ലെസ്സിങ് എന്നാൽ അനുഗ്രഹം. അവളെ ലഭിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മകന് ഒരു അനുഗ്രഹമുള്ള കാര്യമായിരിക്കും. മൈ പാരൻസ് ഫെൽറ്റ് പ്രൗഡ്. പ്രൗഡ് എന്നാൽ അഭിമാനം. ഫെൽറ്റ് എന്നാൽ തോന്നി. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നി. വി വേർ നോട്ട് റിച്ച്. ഞങ്ങൾ സമ്പന്നരായിരുന്നില്ല. എന്നാൽ അവർ ഹോം വാസ് ഫുൾ ഓഫ് ലവ്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും സ്നേഹമുള്ളവരായിരുന്നു. എവരി വൺ തോട്ട്. എല്ലാവരും കരുതി. ദിസ് വാസ് ദ റൈറ്റ് മാച്ച് ഫോർ മീ.
ഇത് എനിക്ക് വളരെ നല്ല ഒരു വിവാഹബന്ധമാണെന്ന് എല്ലാവരും കരുതി. ബട്ട് ദേ were റോങ്. അവർക്ക് തെറ്റുപറ്റിയതായിരുന്നു. ദിസ് മാരേജ് ഡിഡ് നോട്ട് ബ്രിങ് മീ ജോയ്. ഈ വിവാഹം എനിക്ക് സന്തോഷം നൽകിയില്ല. ജോയ് എന്നാൽ സന്തോഷം, ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ഈ വിവാഹം എനിക്ക് സന്തോഷം നൽകിയില്ല, സന്തോഷം കൊണ്ടുവന്ന് നൽകിയില്ല. ഇറ്റ് ബ്രോട്ട് സൈലൻസ്, ടിയേഴ്സ് ആൻഡ് പെയിൻ. എന്നാൽ ഈ വിവാഹം എനിക്ക് നൽകിയത് മൗനവും ദുഃഖവും കണ്ണീരും വേദനയുമാണ്. എനിക്ക് ഈ വിവാഹം സമ്മാനിച്ചത്, അത് എനിക്ക് സന്തോഷം ഈ വിവാഹം നൽകിയില്ല. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ്. ഏതാനും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ വെഡിങ് വാസ് ഡിസൈഡഡ്. ഞങ്ങളുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു. വാസ് ഡിസൈഡഡ് എന്നാൽ തീരുമാനിക്കപ്പെട്ടു, വെഡിങ് എന്നാൽ വിവാഹം. ഐ ഹാഡ് നെവർ സീൻ ഹിം. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നോട്ട് ഈവൻ വൺസ്. ഒരിക്കൽ പോലും, ഒരു തവണ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വി നെവർ മെറ്റ്. ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. ബിഫോർ ദ മാരേജ്. വിവാഹത്തിന് മുമ്പായിട്ട് ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. ദ വെഡിങ് വാസ് ബ്യൂട്ടിഫുൾ. വിവാഹം മനോഹരമായിരുന്നു. ഐ വോർ എ വൈറ്റ് ഡ്രസ്. വെയർ എന്നാൽ ധരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വോർ. ഐ വോർ ഞാൻ ധരിച്ചു. എ വൈറ്റ് ഡ്രസ് ഞാൻ ഒരു വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു. റൊണാൾഡ് വോർ എ ബ്ലാക്ക് സൂട്ട്. റൊണാൾഡ് ഒരു കറുപ്പ് നിറത്തിലുള്ള സൂട്ട് ധരിച്ചു. ഹി ലുക്ക്ഡ് അറ്റ് മീ. അദ്ദേഹം എന്നെ നോക്കി. ബട്ട് എന്നാൽ പക്ഷേ ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹിസ് ഐസ്. ഐ കുഡ് നോട്ട് എനിക്ക് സാധിച്ചില്ല അണ്ടർസ്റ്റാൻഡ് ഹിസ് ഐസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ മനസ്സിലാക്കാൻ എനിക്ക് പക്ഷേ സാധിച്ചില്ല. ഐ സാറ്റ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്. ഐ സാറ്റ് അലോൺ ഞാൻ തനിച്ചിരുന്നു. ഇൻ ദ റൂം. റൂമിൽ ഞാൻ തനിച്ച് ഇരുന്നു. ഐ വാസ് സ്കെയർഡ് ഞാൻ ഭയപ്പെട്ടു. ബട്ട് ഓൾസോ ഹാപ്പി പക്ഷേ സന്തോഷവതിയും ആയിരുന്നു, എന്നാൽ ഞാൻ ഭയപ്പെടുകയും ചെയ്തു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് നൈറ്റ് ഓഫ് മൈ മാരേജ്. ഇത് എൻ്റെ വിവാഹത്തിലെ ആദ്യത്തെ രാത്രിയായിരുന്നു. എ നൈറ്റ് ഐ ഹാഡ് ഓൾവേസ് ഡ്രീംഡ് ഓഫ്. ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന, ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ആ രാത്രി. മൈ ഹാർട്ട് വാസ് ബീറ്റിംഗ് ഫാസ്റ്റ്. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. ഐ ഫെൽറ്റ് ഷൈ. ഷൈ എന്നാൽ നാണമുള്ള. ഐ ഫെൽറ്റ് ഷൈ എനിക്ക് നാണം തോന്നി. ആൻഡ് നെർവസ് എനിക്ക് ഭീതിയും നാണവും എനിക്ക് തോന്നി. ദെൻ സഡൻലി അങ്ങനെ പെട്ടെന്ന് റൊണാൾഡ് എൻറ്റേർഡ് ദ റൂം. റൊണാൾഡ് റൂമിലേക്ക് പ്രവേശിച്ചു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, ഹലോ യു ലുക്ക് ബ്യൂട്ടിഫുൾ. നീ സുന്ദരിയാണ്. ഐ വാസ് നെർവസ് ഞാൻ ഭയപ്പെട്ടു. ബട്ട് പക്ഷേ ഐ സ്മൈൽഡ് ആൻഡ് സെഡ് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു നന്ദി. പറഞ്ഞതിന് നന്ദി. ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എവറിത്തിങ് ചേഞ്ച്ഡ് എല്ലാം മാറിമറിഞ്ഞു. റൊണാൾഡ് സ്റ്റാർട്ടഡ് ടച്ചിങ് മീ നോട്ട് വിത്ത് ലവ്. റൊണാൾഡ് സ്റ്റാർട്ടഡ് ടച്ചിങ് മീ. റൊണാൾഡ് എന്നെ തൊടാൻ സ്പർശിക്കാൻ തുടങ്ങി. നോട്ട് വിത്ത് ലവ് സ്നേഹത്തോടെയല്ല. നോട്ട് വിത്ത് കെയർ കരുതലോടെയല്ല. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഐ വാസ് നോട്ട് ഹിസ് വൈഫ് ജസ്റ്റ് എ ബോഡി. ഇറ്റ് ഫെൽറ്റ് എനിക്കത് തോന്നിയത്, ലൈക്ക് പോലെ, ലൈക്ക് എന്നാൽ പോലെ, ഐ വാസ് നോട്ട് ഹിസ് വൈഫ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല എന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജസ്റ്റ് എ ബോഡി ഒരു ശരീരം മാത്രം. റൊണാൾഡിൻ്റെ സ്പർശനത്തിൽ സ്നേഹമോ കരുതലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, വെറും ഒരു ശരീരം മാത്രം, വെറും ശരീരം മാത്രമാണെന്ന തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ലൈക്ക് ഹി ഡിഡ് നോട്ട് സീ മൈ ഹാർട്ട്. അദ്ദേഹം എൻ്റെ ഹൃദയത്തെയോ എൻ്റെ വികാരങ്ങളെയോ അദ്ദേഹം മനസ്സിലാക്കിയില്ല, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഓൺലി മൈ സ്കിൻ എൻ്റെ ബാഹ്യരൂപം മാത്രം. ഹി ഡിഡ് നോട്ട് ടച്ച് മീ വിത്ത് ലവ്. അദ്ദേഹം സ്നേഹത്തോടുകൂടെ അദ്ദേഹം എന്നെ സ്പർശിച്ചില്ല. അദ്ദേഹം എൻ്റെ മനസ്സിനെയോ എൻ്റെ വികാരങ്ങളെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹം കണ്ടത് എൻ്റെ ശരീരം മാത്രമായിരുന്നു, എൻ്റെ ബാഹ്യരൂപം മാത്രമായിരുന്നു അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്പർശനത്തിൽ സ്നേഹമോ കരുതലോ ഉണ്ടായിരുന്നില്ല. ഐ റിയലൈസ്ഡ് എനിക്ക് മനസ്സിലായി, എനിക്ക് ബോധ്യമായി. ഹി ഡിഡ് നോട്ട് മാരി മീ ഫോർ ലവ്. സ്നേഹിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം എന്നെ വിവാഹം ചെയ്തത്.
എന്ന് എനിക്ക് ബോധ്യമായി. ഹി ഓൺലി വാണ്ടഡ് മൈ ബോഡി. അദ്ദേഹത്തിന് എൻ്റെ ശരീരം മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. ബിഫോർ ഐ കുഡ് സേ എനിത്തിങ്. എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പ് റൊണാൾഡ് പുൾഡ് മൈ ക്ലോത്ത്സ് ആൻഡ് അൺഡ്രസ്ഡ് മീ. അൺഡ്രസ് എന്നാൽ വസ്ത്രം അഴിക്കുക എന്നുള്ള അർത്ഥമാണ്. അൺഡ്രസ്ഡ് മീ ഇതിനർത്ഥം എന്നെ വിവസ്ത്രയാക്കി എന്നുള്ള അർത്ഥമാണ്. പുൾഡ് എന്നാൽ വലിച്ചു മാറ്റി എന്നുള്ള അർത്ഥം. റൊണാൾഡ് പുൾഡ് മൈ ക്ലോത്ത്സ്. റൊണാൾഡ് എൻ്റെ വസ്ത്രങ്ങൾ വലിച്ചു മാറ്റി എന്നിട്ട് എന്നെ വിവസ്ത്രയാക്കി. ഹിസ് ഐസ് ഹാഡ് നോ ലവ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സ്നേഹം ഇല്ലായിരുന്നു. ഓൺലി ഹങ്കർ. ഹങ്കർ എന്നാൽ ഇവിടെ ആർത്തി എന്നുള്ള അർത്ഥമാണ്, കൊതി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സ്നേഹം ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആർത്തി മാത്രമായിരുന്നു, അത്യാർത്തി മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓൺലി കൺട്രോൾ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത്യാർത്തിയും എന്നെ നിയന്ത്രിക്കാനുള്ള മനോഭാവവും ആയിരുന്നു. ഇവിടെ കൺട്രോൾ എന്നത് ആധിപത്യം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആധിപത്യം, എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള മനോഭാവം. ഇതാണ്. മേ ബി ഹി ഡിഡ് നോട്ട് മാരി മീ ഫോർ ലവ്. എന്നെ സ്നേഹിക്കാൻ അദ്ദേഹം വിവാഹം ചെയ്തിട്ടില്ലായിരിക്കാം. മൈ ലൈഫ് വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക. എൻ്റെ ജീവിതം പൂർണ്ണമായും തകർന്നു പോയി. വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. പൂർണ്ണമായും തകർന്നു പോയി. ആഫ്റ്റർ എവരിത്തിങ് എല്ലാത്തിനും ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം. റൊണാൾഡ് പുൾഡ് അവേ അദ്ദേഹം അകന്നു മാറി. എല്ലാം കഴിഞ്ഞതിന് ശേഷം റൊണാൾഡ് അകന്നു മാറി. ഐ കുഡ് നോട്ട് ബ്രീത്ത്. ബ്രീത്ത് എന്നാൽ ശ്വസിക്കുക. എനിക്ക് ശ്വസിക്കാൻ സാധിച്ചില്ല. മൈ മൗത്ത് ഓപ്പൺഡ്. എൻ്റെ വായ ഞാൻ തുറന്നു. പക്ഷേ നോ വേർഡ്സ് കെയിം ഔട്ട്. പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഐ സ്റ്റുഡ് ദർ ഷെയ്ക്കിങ്. വിറച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നു. ഷെയ്ക്കിങ് എന്നാൽ വിറച്ചുകൊണ്ട്. ഐ സ്റ്റുഡ് എന്നാൽ ഞാൻ നിന്നു. ഐ ഫെൽറ്റ് യൂസ്ഡ് ആൻഡ് ബ്രോക്കൺ. ഞാൻ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടും ഞാൻ തകർന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. റൊണാൾഡ് ലുക്ക്ഡ് അറ്റ് മീ. റൊണാൾഡ് എന്നെ നോക്കി. ഹിസ് ഐസ് വേർ ഫുൾ ഓഫ് ബ്ലെയിം. ബ്ലെയിം എന്നാൽ അർത്ഥം അധിക്ഷേപം, കുറ്റപ്പെടുത്തുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ, അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ കുറ്റപ്പെടുത്തലുകളും അതൃപ്തിയും നിറഞ്ഞിരുന്നു. ദെൻ ഹി സെഡ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ദ വേർഡ്സ് ഐ വിൽ നെവർ ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. ഐ വിൽ നെവർ ഫോർഗെറ്റ് എന്നാൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, യു ഹാവ് ഓൾറെഡി ബീൻ യൂസ്ഡ് ബൈ സംവൺ എൽസ്. ബൈ സംവൺ എൽസ് എന്നാൽ മറ്റൊരാളാൽ എന്നുള്ള അർത്ഥമാണ്. മറ്റൊരു വ്യക്തിയാൽ നീ നിലവിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. റൈറ്റ്, ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അദ്ദേഹം ചോദിച്ചു. യു ആർ നോട്ട് എ വേർജൻ. വേർജൻ എന്നാൽ കന്യക. നീ ഒരു കന്യകയല്ല. മൈ ഹാർട്ട് സ്റ്റോപ്ഡ്. എൻ്റെ ഹൃദയം നിലച്ചു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നിലച്ചു. ഐ കുഡ് നോട്ട് ബിലീവ്. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. വാട്ട് ഐ വാസ് ഹിയറിങ്. ഞാൻ എന്താണ് കേൾക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ ജസ്റ്റ് സ്റ്റെയർഡ് അറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആൻഡ് അഗെയിൻ ഹി സെഡ്. അഗെയിൻ എന്നാൽ വീണ്ടും. ആൻഡ് അഗെയിൻ ഹി സെഡ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, യു ആർ നോട്ട് പ്യുവർ. നീ പവിത്രതയുള്ളവളല്ല, നീ കളങ്കമില്ലാത്തവളല്ല. ഇതൊക്കെയാണ് അർത്ഥം. യു ലൈഡ് ടു മീ. നീ എന്നോട് കളവ് പറഞ്ഞു. ലൈഡ് എന്നാൽ കളവ് പറഞ്ഞു. യു ലൈഡ് ടു മീ. നീ എന്നോട് കളവ് പറഞ്ഞു. ദാറ്റ് വാസ് മൈ വെഡിങ് നൈറ്റ്. അതായിരുന്നു എൻ്റെ വിവാഹരാത്രി. ഇൻസ്റ്റെഡ് ഓഫ് ലവ്. സ്നേഹം കിട്ടേണ്ടിടത്ത് ഐ ഗോട്ട് ബ്ലെയിം. എനിക്ക് കുറ്റപ്പെടുത്തലാണ്, എനിക്ക് അധിക്ഷേപമാണ് എനിക്ക് ലഭിച്ചത്. ഐ ഗോട്ട് ഹാർട്ട് ബ്രേക്ക്. എൻ്റെ ഹൃദയം തകർന്നു. എനിക്ക് കടുത്ത മനോവേദന അനുഭവപ്പെട്ടു. ഐ വാസ് ഓൺലി 24 ആൻഡ് മൈ ഹോൾ വേൾഡ് ഹാഡ് ബ്രോക്കൺ. എനിക്ക് വെറും 24 വയസ്സ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എൻ്റെ ലോകം മുഴുവൻ തകർന്നു പോയി. ഐ കെപ്റ്റ് ആസ്കിങ്. ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. മൈസെൽഫ്. എന്നോട് സ്വയം തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഐ കെപ്റ്റ് ആസ്കിങ് മൈസെൽഫ്, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്?
ഐ ഗ്രൂ അപ്പ് ഇൻ എ സേഫ് ഹോം, എ ഹൗസ് വേർ നോ മാൻ എവർ ക്രോസ്ഡ് ദ ലൈൻ. ഐ ഗ്രൂ അപ്പ് ഇൻ എ സേഫ് ഹോം, ഇതിനർത്ഥം ഞാൻ വളർന്നത് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു വീട്ടിലായിരുന്നു. ക്രോസ്ഡ് ദ ലൈൻ എന്നാൽ അതിരുകൾ ലംഘിച്ചു എന്നുള്ള അർത്ഥമാണ്. മര്യാദയുടെ പരിധി കടന്നു എന്നൊക്കെയാണ് അർത്ഥം. വേർ എന്നാൽ അവിടെ, എ ഹൗസ് വേർ അവിടെ, ആ വീടിനെ കുറിച്ചാണ് പറയുന്നത്. നോ മാൻ എവർ ക്രോസ്ഡ് ദ ലൈൻ, അവിടെ ഒരു പുരുഷനും ഒരിക്കലും മര്യാദയുടെ അതിരുകൾ ലംഘിച്ചിട്ടില്ല. ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ വളർന്നത് സുരക്ഷിതത്വവും ബഹുമാനവും ഉള്ള ഒരു വീട്ടിലായിരുന്നു. അവിടെ ഒരു പുരുഷനും ഒരിക്കലും മര്യാദയുടെ അതിരുകൾ ലംഘിച്ചിട്ടില്ല. നോ മാൻ എവർ ക്രോസ്ഡ് ദ ലൈൻ, ഒരിക്കലും ഒരു പുരുഷനും അതിരുകൾ ലംഘിച്ചിട്ടില്ല. ഗ്രോ അപ്പ് എന്നാൽ വളരുക, ഗ്രൂ അപ്പ് എന്നാൽ വളർന്നു. ഐ വാസ് ടോട്ട് റെസ്പെക്റ്റ്, എന്നെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. ഐ വാസ് ടോട്ട് എന്നാൽ എന്നെ പഠിപ്പിച്ചു. റെസ്പെക്റ്റ് എന്നാൽ ബഹുമാനം, ബഹുമാനിക്കുക. ബഹുമാനം എന്നെ പഠിപ്പിച്ചു. വാല്യൂസ് ആൻഡ് ലവ്, വാല്യൂസ് എന്നാൽ മൂല്യങ്ങൾ, ലവ് എന്നാൽ സ്നേഹം. ബഹുമാനിക്കാനും നല്ല ജീവിത മൂല്യങ്ങൾ പാലിക്കാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിച്ചു. ദെൻ വൈ ഡിഡ് ഹി ബ്ലെയിം മീ, ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തിയത്? വാട്ട് ഡിഡ് ഐ എവർ ഡു റോങ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? വാട്ട് ഡിഡ് ഐ എവർ ഡു റോങ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് പ്രശ്നമാണ് എൻ്റെ ഭാഗത്ത് സംഭവിച്ചത്? വൈ ഡിഡ് ഐ ഡിസേർവ് ദിസ്, ഡിസേർവ് എന്നാൽ അർഹിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഇത് അർഹിച്ചത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? വാട്ട് ഇറ്റ് ബിക്കോസ് ഐ വാസ് നോട്ട് എ വേർജൻ, ഞാൻ കന്യകയല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ഹിസ് ലവ് വാസ് ഓൺലി ഫോർ വൺ നൈറ്റ്, അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരു രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഫെൽറ്റ് സോ അഷെയിംഡ് ഓഫ് മൈസെൽഫ്, അഷെയിംഡ് എന്നാൽ ലജ്ജയുള്ള. എനിക്ക് എന്നെക്കുറിച്ച് ലജ്ജയും നാണവും തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി. ഐ റിയലൈസ്ഡ്, എനിക്ക് ബോധ്യമായി, മൈ ലൈഫ് വാസ് നോട്ട് സേഫ് എനിമോർ, എൻ്റെ ജീവിതം ഇനി ഒട്ടും സുരക്ഷിതമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദെൻ പിന്നീട് റൊണാൾഡ് സെഡ് സംതിങ് ദാറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്, റൊണാൾഡ് സെഡ് സംതിങ്, റൊണാൾഡ് ഒരു കാര്യം പറഞ്ഞു, ദാറ്റ് ആ കാര്യം, ബ്രോക്ക് മൈ ഹാർട്ട് ആ കാര്യം എൻ്റെ ഹൃദയം തകർത്തു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, ടുമോറോ മോർണിംഗ് നാളെ രാവിലെ, ഐ ഡു നോട്ട് വാണ്ട് ടു സീ യു ഹിയർ, നാളെ രാവിലെ എനിക്ക് ഇവിടെ നിന്നെ കാണേണ്ട. ഐ ഡു നോട്ട് വാണ്ട് ടു സീ യു ഹിയർ, എനിക്ക് നിന്നെ ഇവിടെ കാണേണ്ട അദ്ദേഹം പറഞ്ഞു. ഗോ ബാക്ക് ടു യുവർ ഹോം, നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകൂ. ഗോ ബാക്ക് തിരിച്ചു പോകൂ, ടു യുവർ ഹോം നിൻ്റെ വീട്ടിലേക്ക്. ഡോണ്ട് ടെൽ ഒരാളോടും പറയരുത്, ഡോണ്ട് ടെൽ എനിവൺ ഒരാളോടും പറയരുത്, ഈ അബൌട്ട് ദിസ് നൈറ്റ് ഈ രാത്രിയെക്കുറിച്ച് ഒരാളോടും പറയരുത്. ഐ ഫ്രോസ് ഞാൻ മരവിച്ചു. മൈ വേൾഡ് സ്റ്റോപ്ഡ് എൻ്റെ ലോകം നിലച്ചു. ഐ ക്രൈഡ് ഞാൻ കരഞ്ഞു. ദ ഹോൾ നൈറ്റ് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. ഇൻ ദ മോർണിംഗ് രാവിലെ, ഐ പാക്ഡ് മൈ തിങ്സ് വിത്ത് ഷേക്കിംഗ് ഹാൻഡ്സ് ആൻഡ് ലെഫ്റ്റ് ക്വയറ്റ്ലി, ക്വയറ്റ്ലി എന്നാൽ നിശബ്ദമായിക്കൊണ്ട്. ഐ പാക്ഡ് ഞാൻ പാക്ക് ചെയ്തു. മൈ തിങ്സ് എൻ്റെ വസ്തുക്കൾ വിത്ത് ഷേക്കിംഗ് ഹാൻഡ്സ് വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ എൻ്റെ എല്ലാ വസ്തുക്കളും പാക്ക് ചെയ്തു. ആൻഡ് ലെഫ്റ്റ് ക്വയറ്റ്ലി നിശബ്ദയായിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പോന്നു. ലെഫ്റ്റ് എന്നാൽ അവിടം വിട്ട് പോയി. ക്വയറ്റ്ലി എന്നാൽ ഒന്നും മിണ്ടാതെ നിശബ്ദമായിക്കൊണ്ട്. വെൻ ഐ അറൈവ്ഡ് ഞാൻ എത്തിയ സമയത്ത്, അറ്റ് മൈ പാരൻസ് ഹൗസ് എൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഞാൻ എത്തിയ സമയത്ത്, മൈ മദർ ക്രൈഡ് എൻ്റെ അമ്മ കരഞ്ഞു. ആസ് സൂൺ ആസ് ഷീ സോ മീ, ആസ് സൂൺ ആസ് എന്നാൽ ഒരു കാര്യം നടക്കുന്നു, അതിനോട് അനുബന്ധിച്ച് മറ്റൊരു കാര്യവും ഉടനെ തന്നെ നടക്കും. അത്തരം സന്ദർഭങ്ങളിലാണ് ആസ് സൂൺ ആസ് ഉപയോഗിക്കുക. മറ്റൊരു ഉദാഹരണം നോക്കാം. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ഹോം ഞാൻ വീട്ടിൽ എത്തിയതും. ആസ് സൂൺ ആസ് എന്നാൽ ഉടനെ തന്നെ. ആസ് സൂൺ ആസ് ഐ റീച്ച്ഡ് ഹോം ഞാൻ വീട്ടിലേക്ക് എത്തിയതും ഉടനെ തന്നെ. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് എത്തിയതും ഉടനെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി.
മറ്റൊരു ഉദാഹരണം നോക്കൂ. ആസ് സൂൺ ആസ് ഷീ സോ മീ, അവൾ എന്നെ കണ്ടതും ഷീ സ്മൈൽഡ്, അവൾ പുഞ്ചിരിച്ചു. ആസ് സൂൺ ആസ് ഷീ സോ മീ ഷീ സ്മൈൽഡ്, അവൾ എന്നെ കണ്ട ഉടനെ അവൾ പുഞ്ചിരിച്ചു. മൈ ഫാദർ, എൻ്റെ അച്ഛൻ സ്റ്റൂഡ്, നിന്നു. ഇൻ സൈലൻസ്, എൻ്റെ അച്ഛൻ നിശബ്ദനായി നിന്നു. ദേ കെപ്റ്റ് ആസ്കിങ്, അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് എന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഐ ഹാഡ് നോ വേർഡ്സ്, എനിക്ക് വാക്കുകൾ ഇല്ലായിരുന്നു. ഐ ജസ്റ്റ് കെപ്റ്റ് തിങ്കിങ്, ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഹൗ വിൽ ഐ ടെൽ ദം, ഞാൻ അവരോട് എങ്ങനെ പറയും. വാട്ട് വിൽ ഐ സേ, ഞാൻ എന്തു പറയും. ഹൂ വിൽ ബിലീവ് മീ നൗ, ഇപ്പോൾ എന്നെ ആര് വിശ്വസിക്കും. ഹൂ വിൽ ബിലീവ്, ആര് വിശ്വസിക്കും. മീ, എന്നെ. നൗ, ഇപ്പോൾ. ഹൂ വിൽ ബിലീവ് മീ നൗ, ഇപ്പോൾ എന്നെ ആര് വിശ്വസിക്കും. ഐ സാറ്റ് ഓൺ ദ ഫ്ലോർ ഫീലിംഗ് എംപ്റ്റി, മനസ്സ് ശൂന്യമായ അവസ്ഥയിൽ ഞാൻ നിലത്ത് ഇരുന്നു. എവറിത്തിങ് വാസ് ഗോൺ, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നങ്ങൾ. മൈ റെസ്പെക്റ്റ്, എൻ്റെ ബഹുമാനം. മൈ പീസ്, എൻ്റെ സമാധാനം. ദെൻ, ശേഷം ഐ സ്റ്റാർട്ടഡ് ഹിയറിംഗ് തിങ്സ്. ഐ സ്റ്റാർട്ടഡ് ഹിയറിംഗ്, ഞാൻ കേൾക്കാൻ തുടങ്ങി. തിങ്സ്, കാര്യങ്ങൾ. ഓരോ കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. പീപ്പിൾ സെഡ്, ആളുകൾ പറഞ്ഞു. ഐ ഹാഡ് എ സീക്രട്ട് ബോയ് ഫ്രണ്ട്, എനിക്കൊരു രഹസ്യ കാമുകൻ ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞു. ദേ സെഡ്, അവർ പറഞ്ഞു. ഐ വാസ് നോട്ട് ഫെയ്ത്ത്ഫുൾ. ഫെയ്ത്ത്ഫുൾ എന്നാൽ സത്യസന്ധനായ എന്നുള്ള അർത്ഥമാണ്. ആളുകൾ പറഞ്ഞു ഞാൻ സത്യസന്ധത ഇല്ലാത്തവളാണെന്ന്. ദാറ്റ് ഐ ചീറ്റഡ് റൊണാൾഡ്, റൊണാൾഡിനെ ഞാൻ വഞ്ചിച്ചെന്നും ആളുകൾ പറഞ്ഞു. റൊണാൾഡ് ടോൾഡ് ദം, റൊണാൾഡ് പറഞ്ഞു. ദം, അവരോട്. ഓൾ ദോസ് ലൈസ്, ആ എല്ലാ കളവുകളും റൊണാൾഡ് അവരോട് പറഞ്ഞു. ഐ ക്രൈഡ് ഇൻ ദ മോർണിംഗ്, ഞാൻ രാവിലെ കരഞ്ഞു. ഐ ക്രൈഡ് ഇൻ ദ നൈറ്റ്, ഞാൻ രാത്രി കരഞ്ഞു. ഐ കുഡ് നോട്ട് ഈറ്റ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഐ ഹെൽഡ്, ഞാൻ പിടിച്ചു. മൈ പാരൻസ് ഹാൻഡ്സ് ആൻഡ് സെഡ്, എൻ്റെ മാതാപിതാക്കളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പ്ലീസ് ബിലീവ് മീ, എന്നെ വിശ്വസിക്കൂ, ദയവായി എന്നെ വിശ്വസിക്കൂ. ദേ സെഡ്, അവർ പറഞ്ഞു. ദേ ഡിഡ്, അവർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചെന്ന്. പക്ഷേ ഐ സോ, ഞാൻ കണ്ടു. ദ പെയിൻ ഇൻ ദെയർ ഐസ്, പക്ഷേ അവരുടെ കണ്ണുകളിൽ ഞാൻ വേദന കണ്ടു. ഫോർ വീക്സ്, ആഴ്ചകളോളം. ഐ സ്റ്റേഡ് ഇൻ മൈ റൂം, ഞാൻ എൻ്റെ റൂമിൽ തന്നെ നിന്നു. ഐ ഡിഡ് നോട്ട് സ്പീക്ക് ടു എനി വൺ, ഞാൻ ഒരു വ്യക്തിയോടും സംസാരിച്ചില്ല. പീപ്പിൾ, ആളുകൾ. സ്റ്റാർട്ടഡ് സേയിങ്, പറയാൻ തുടങ്ങി. തിങ്സ്, കാര്യങ്ങൾ. ആളുകൾ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ബിഹൈൻഡ് മൈ ബാക്ക്, ബിഹൈൻഡ് മൈ ബാക്ക് എന്നാൽ ഞാൻ കേൾക്കാതെ എന്നുള്ള അർത്ഥമാണ്. ഞാൻ കേൾക്കാത്ത സമയത്ത് ആളുകൾ എൻ്റെ പിറകിൽ നിന്നും എന്നെക്കുറിച്ച് പലതും പറയാൻ തുടങ്ങി. ദേ സെഡ്, അവർ പറഞ്ഞു. മേ ബി, ഒരു പക്ഷേ. ഷീ റിയലി ഡിഡ് സംതിങ് ബാഡ്, അവൾ എന്തെങ്കിലും മോശമായ കാര്യം ചെയ്തിട്ടുണ്ടായേക്കാം. പക്ഷേ നോ വൺ ആസ്ക്ഡ്, ഒരാളും ചോദിച്ചില്ല. മീ, എന്നോട്. ദ ട്രൂത്ത്, പക്ഷെ സത്യം ഒരാളും എന്നോട് ചോദിച്ചില്ല. നോ വൺ വാണ്ടഡ് ടു ഹിയർ മൈ സൈഡ്, എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ഒരാൾക്കും കേൾക്കേണ്ടിയിരുന്നില്ല, ഒരാളും താല്പര്യം കാണിച്ചിരുന്നില്ല. ദേ ഓൾ ബിലീവ്ഡ് ഹിസ് വേർഡ്സ്, അവർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. നോട്ട് മൈ ടിയേഴ്സ്, എൻ്റെ കണ്ണുനീർ ആരും കണ്ടില്ല. പക്ഷേ ഐ സ്റ്റേഡ് സൈലൻറ്റ്, ഞാൻ നിശബ്ദയായി നിന്നു. മന്ത്സ് പാസ്ഡ്, മാസങ്ങൾ കഴിഞ്ഞു പോയി. ദ പെയിൻ സ്റ്റേഡ് ഇൻ മൈ ഹാർട്ട്, പക്ഷേ ആ വേദന എൻ്റെ മനസ്സിൽ തന്നെ തുടർന്നു, എൻ്റെ മനസ്സിൽ തന്നെ നിന്നു. വൺ ഡേ, ഒരു ദിവസം. ഐ സോ റൊണാൾഡ്, ഞാൻ റൊണാൾഡിനെ കണ്ടു. അറ്റ് ദ മോൾ വിത്ത് അനദർ ഗേൾ, ഞാൻ മോളിൽ വെച്ച് ഒരു ദിവസം റൊണാൾഡിനെ കണ്ടു. മറ്റൊരു സ്ത്രീയുടെ കൂടെ. വിത്ത് അനദർ ഗേൾ, മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഒരു ദിവസം മോളിൽ വെച്ച് ഞാൻ റൊണാൾഡിനെ കണ്ടു. ഷീ ലുക്ക്ഡ് ബ്യൂട്ടിഫുൾ ആൻഡ് റിച്ച്, അവളുടെ രൂപത്തിലും വേഷത്തിലും സൗന്ദര്യവും സമ്പന്നതയും പ്രകടമായിരുന്നു. വെൻ റൊണാൾഡ് സോ മീ, റൊണാൾഡ് എന്നെ കണ്ടപ്പോൾ ആ സമയത്ത്. ഹിസ് ഫേസ് ചേഞ്ച്ഡ്, അദ്ദേഹത്തിൻ്റെ മുഖം മാറിമറിഞ്ഞു. ഹി സ്ലോലി, അദ്ദേഹം പതുക്കെ. വോക്ഡ്, നടന്നു. ടുവേർഡ്സ് മീ, എൻ്റെ നേർക്ക് അദ്ദേഹം പതുക്കെ നടന്നു വന്നു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. നിക്കോൾ, ഐ ആം സോറി.
എനിക്ക് മാപ്പ്. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. ടീയേഴ്സ് ഫിൽഡ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ബട്ട് എന്നാൽ ഐ സ്റ്റേഡ് സൈലൻറ്റ്. ഞാൻ മൗനം പാലിച്ചിരുന്നു. ഞാൻ നിശബ്ദയായി നിന്നു. ദെൻ ഹി സെഡ്. ശേഷം അദ്ദേഹം പറഞ്ഞു, ഐ ചോസ് ഹർ. ഞാൻ അവളെ തിരഞ്ഞെടുത്തു. ബിക്കോസ് കാരണം ഷീ ഹാഡ് മണി. അവളുടെ പക്കൽ പണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ തിരഞ്ഞെടുത്തു. ഐ തോട്ട്. ഞാൻ കരുതി റിച്ച് ഗേൾസ് വേർ ബെറ്റർ. സമ്പന്നരായ പെൺകുട്ടികൾ നല്ലവരായിരിക്കുമെന്ന് ഞാൻ കരുതി. ബട്ട് പക്ഷേ ദേ ഡു നോട്ട് ലവ് ലൈക്ക് യു. പക്ഷേ അവർ നിന്നെപ്പോലെ സ്നേഹിക്കുന്നില്ല. ദേ ഡു നോട്ട് ലവ്. അവർ സ്നേഹിക്കുന്നില്ല. ലൈക്ക് യു. നിന്നെപ്പോലെ അവർ സ്നേഹിക്കുന്നില്ല. ദേ ഡു നോട്ട് ക്രൈ. അവർ കരയുന്നില്ല. ഓർ പ്രേ. പ്രാർത്ഥിക്കുന്നോ ഇല്ല. ഫോർ മീ. എനിക്ക് വേണ്ടിയിട്ട്. ലൈക്ക് യു ഡിഡ്. നീ ചെയ്ത പോലെ അവർ എനിക്ക് വേണ്ടിയിട്ട് കരയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. പ്ലീസ് ഫോർഗിവ് മീ. ഫോർഗിവ് എന്നാൽ മാപ്പ് നൽകുക എന്നുള്ള അർത്ഥം. ക്ഷമിക്കുക. പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് മാപ്പ് നൽകൂ. ദയവായി എനിക്ക് മാപ്പ് നൽകൂ, അദ്ദേഹം പറഞ്ഞു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് സെഡ്. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യു ബ്രോക്ക് മീ. റൊണാൾഡ്, നീ എൻ്റെ ജീവിതം തകർത്തു. യു ലെഫ്റ്റ് മീ. നീ എന്നെ ഉപേക്ഷിച്ചു. വെൻ ഐ നീഡഡ് യു ദ മോസ്റ്റ്. എനിക്ക് നിൻ്റെ പിന്തുണ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ എന്നെ ഉപേക്ഷിച്ചു. യു മെയ്ഡ് ദ വേൾഡ് ബിലീവ് ഐ വാസ് ഡേർട്ടി. ഡേർട്ടി എന്നാൽ വൃത്തികെട്ട എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഡേർട്ടി എന്നതിനർത്ഥം തെറ്റായ പെരുമാറ്റമുള്ള വ്യക്തി എന്നുള്ള അർത്ഥമാണ്. ഞാൻ തെറ്റുകാരിയാണെന്ന് ലോകം വിശ്വസിക്കാൻ നീ ഇടയാക്കി. യു കോൾഡ് മൈ ലവ് എ ലായ്. എൻ്റെ സ്നേഹം കള്ളമാണെന്ന് നീ പറഞ്ഞു. യു ഡിസ്ട്രോയിഡ് മീ. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥം. യു ഡിസ്ട്രോയിഡ് മീ. നീ എന്നെ നശിപ്പിച്ചു. ഹീ സെഡ് നത്തിങ്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഐ ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. ഞാൻ ഒരു ദീർഘശ്വാസം എടുത്തു. ആൻസർഡ്. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, യു വാണ്ട് ഫോർഗിവ്നെസ്. ഫോർഗിവ്നെസ് എന്നാൽ മാപ്പ് എന്നുള്ള അർത്ഥമാണ്. നിനക്ക് മാപ്പ് വേണോ? ഐ ഫോർഗിവ് യു. ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. ഹിസ് ഫേസ് ബിക്കെയിം സോഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ മുഖം സൗമ്യമായി. ഹീ തോട്ട്. അദ്ദേഹം കരുതി. ഐ സ്റ്റിൽ ലവ്ഡ് ഹിം. ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കരുതി. ബട്ട് പക്ഷേ ഐ ആഡഡ്. ഞാൻ ചേർത്തു പറഞ്ഞു, ഐ ഫോർഗിവ് യു ഫോർ മൈസെൽഫ്. എനിക്കു വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. നോട്ട് ഫോർ യു. നിനക്കു വേണ്ടിയല്ല. ബിക്കോസ് കാരണം ഐ വാണ്ട് പീസ് ഇൻ മൈ ഹാർട്ട്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ സമാധാനം വേണം. നോട്ട് യുവർ ലവ്. നിൻ്റെ സ്നേഹമല്ല. ഐ ഡു നോട്ട് നീഡ് യു എനി മോർ. എനിക്ക് ഇനി നിന്നെ ആവശ്യമില്ല. ഐ ഡു നോട്ട് വാണ്ട് യു ടു കം ബാക്ക്. കം ബാക്ക് എന്നാൽ തിരിച്ചു വരിക. എനിക്ക് ഇനി നീ തിരിച്ചു വരേണ്ട. ദെൻ ശേഷം ഐ വോക്ക്ഡ് അവേ. ഞാൻ നടന്നുപോയി. ഐ ക്രൈഡ് ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി ഞാൻ കരഞ്ഞു. ബട്ട് ദോസ് വേർ മൈ ലാസ്റ്റ് ഇയേഴ്സ് ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടിയുള്ള എൻ്റെ അവസാനത്തെ കരച്ചിലായിരുന്നു. പക്ഷേ അത് നോട്ട് ബിക്കോസ് ഐ വാസ് വീക്ക്. ഞാൻ ബലഹീനതയുള്ളവളായതുകൊണ്ടല്ല. ബട്ട് ബിക്കോസ് ഐ വാസ് ഫൈനലി ഫ്രീ. പക്ഷേ കാരണം ഞാൻ അവസാനം സ്വതന്ത്രയായിരുന്നു. ആ രാത്രി ഞാൻ കരഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചൊരിഞ്ഞ അവസാനത്തെ കണ്ണുനീർ ആയിരുന്നു അത്. ഞാൻ ദുർബലയായതുകൊണ്ടല്ല, ഒടുവിൽ ഞാൻ സ്വതന്ത്രയായതുകൊണ്ടാണ്. ആഫ്റ്റർ ദാറ്റ് ഡേ. ആ ദിവസത്തിന് ശേഷം ഐ വാസ് നോട്ട് അഫ്രൈഡ് എനി മോർ. അതിനുശേഷം ഞാൻ ഭയപ്പെട്ടിരുന്നില്ല. ഐ വാസ് നോട്ട് അഷെയിംഡ് എനി. അതിനുശേഷം എനിക്ക് അപമാനബോധമുണ്ടായിരുന്നില്ല. ഐ ബിക്കെയിം സ്ട്രോങ്. ഞാൻ മനഃശക്തിയുള്ളവളായി തീർന്നു. ഐ ബിക്കെയിം എന്നാൽ ഞാൻ ആയിത്തീർന്നു. വൺ ഈവനിങ്. ഒരു ദിവസം വൈകുന്നേരം. മൈ പാരൻസ് ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്. എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വി ആർ പ്രൗഡ് ഓഫ് യു. ഞങ്ങൾ നിന്നിൽ അഭിമാനിക്കുന്നു. യു ഡിഡ് നത്തിങ് റോങ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വി സീ ഇറ്റ് നൗ. ഞങ്ങൾ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ അത് കാണുന്നു. യു വേർ ഓൾവേസ് ഓണസ്റ്റ്. നീ എപ്പോഴും സത്യസന്ധതയുള്ളവളായിരുന്നു. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധതയുള്ള എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും. ഓണസ്റ്റ്. ഓൾവേസ് പ്യുവർ. പ്യുവർ എന്നാൽ ചാരിത്രശുദ്ധിയുള്ള. നീ എപ്പോഴും ചാരിത്രശുദ്ധിയുള്ളവളാണ്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഹിസ് പാരൻസ് കെയിം.
അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വന്നു. ദേ were ashamed. അവർക്ക് ലജ്ജ തോന്നി. ദേ said sorry to my parents. എൻ്റെ മാതാപിതാക്കളോട് അവർ മാപ്പ് പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. മെനി ഗേൾസ്. ഒരുപാട് പെൺകുട്ടികൾ ഗോ ത്രൂ കടന്നു പോകുന്നു. ദിസ് പെയിൻ. ഇതുപോലത്തെ വേദനയിലൂടെ ഒരുപാട് പെൺകുട്ടികൾ കടന്നു പോകുന്നു. നൗ ഇപ്പോൾ ഐ സപ്പോർട്ട് അതർ ഗേൾസ് ഹൂ ക്രൈ അലോൺ. അലോൺ എന്നാൽ തനിച്ച്. ഇപ്പോൾ ഒറ്റയ്ക്ക് കരയുന്ന മറ്റു പെൺകുട്ടികൾക്ക് ഞാൻ പിന്തുണ നൽകുന്നു. ഹൂ ഫീൽ ബ്രോക്കൺ ലൈക്ക് ഐ വൺസ് ഡിഡ്. ഐ വൺസ് ഡിഡ് എന്നാൽ ഞാൻ ഒരിക്കൽ അനുഭവിച്ച പോലെ എന്നുള്ള അർത്ഥമാണ്. ലൈക്ക് എന്നാൽ പോലെ. നിരവധി പെൺകുട്ടികൾ ഇത്തരം വേദനയിലൂടെ കടന്നു പോകുന്നു. ഒരിക്കൽ ഞാൻ അനുഭവിച്ച അതേ തകർച്ചയും ഏകാന്തതയും അനുഭവിച്ച് കണ്ണീർ പൊഴിക്കുന്ന പെൺകുട്ടികൾക്ക് ഇന്ന് ഞാൻ താങ്ങും തണലുമാകുന്നു. ഐ ടെൽ ദം. ഞാൻ അവരോട് പറയുന്നു. നെവർ ബെഗ്. ഒരിക്കലും യാചിക്കരുത്. ബെഗ് എന്നാൽ യാചിക്കുക. ഫോർ ലവ്. സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും യാചിക്കരുത്. നെവർ സ്റ്റേ. ഒരിക്കലും നിൽക്കരുത്. വേർ യു ആർ നോട്ട് റെസ്പെക്റ്റഡ്. നിങ്ങൾ ബഹുമാനിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് ഒരിക്കലും നിൽക്കരുത്. ഇഫ് സംവൺ ലീവ്സ്. ആരെങ്കിലും ഉപേക്ഷിച്ചാൽ. ലെറ്റ് ദം ഗോ. അവരെ വിട്ടുകളയുക. ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചാൽ അവരെ വിട്ടുകളയുക. സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും യാചിക്കരുത്. നിങ്ങൾ ബഹുമാനിക്കപ്പെടാത്ത സ്ഥലത്ത് ഒരിക്കലും നിൽക്കരുത്. യുവർ പാസ്റ്റ്. നിങ്ങളുടെ ഭൂതകാലം, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം. ഡസ് നോട്ട് ഡിസൈഡ്. ഡസ് നോട്ട് ഡിസൈഡ് എന്നാൽ തീരുമാനിക്കുന്നില്ല. യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവി. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ തനിച്ചല്ല. ടു ഓൾ പേരൻസ്. എല്ലാ മാതാപിതാക്കളോടും ഞാൻ പറയുന്നു. പ്ലീസ് ഡു നോട്ട് റഷ് യുവർ ഡോട്ടേഴ്സ് ലൈഫ്. നിങ്ങളുടെ പെൺമക്കളുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം എടുക്കരുത്. ദയവായി എടുക്കരുത്. ലെറ്റ് ഹർ മീറ്റ്. അവളെ കണ്ടുമുട്ടാൻ അനുവദിക്കുക. നേരിൽ കാണാൻ അനുവദിക്കുക. ടോക്ക്. സംസാരിക്കാൻ അനുവദിക്കുക. ആൻഡ് ഡിസൈഡ്. എന്നിട്ട് തീരുമാനിക്കാൻ അനുവദിക്കുക. തീരുമാനം എടുക്കാനും അവരെ നേരിട്ട് കണ്ടുമുട്ടാനും സംസാരിക്കാനും അവരെ അനുവദിക്കുക. ലൈഫ് ഈസ് ടു ലോങ് ടു സ്പെൻഡ് വിത്ത് ദ റോങ് പേഴ്സൺ. തെറ്റായ ഒരാളോടൊപ്പം ജീവിക്കാൻ ജീവിതം അത്ര ചെറുതല്ല, ചെറിയൊരു കാലയളവല്ല. അതുകൊണ്ട് ശരിയായ ആളെ തിരഞ്ഞെടുക്കുക.